ഹായ് SSLC സ്റ്റുഡൻസ്, ഇനി മുതൽ നമ്മൾ SSLCയിലേക്കാണ്. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിരിക്കും ഫുൾ A+ എന്നുള്ളത്. യെസ്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ SSLC എക്സാമിൻ്റെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് നന്നായി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിട്ട് ഏറ്റവും വലിയൊരു മാറ്റം എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം 9ാം ക്ലാസ് നിങ്ങൾ നേരിട്ടതാണ്. നമ്മുടെ കംപ്ലീറ്റ് സിലബസ് മാറിയിട്ടുണ്ട്. എന്തിനാണ് ആക്ച്വലി ഗവൺമെൻറ് ഇങ്ങനെ ഒരു സിലബസ് മാറ്റം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ആക്ച്വലി കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് കേരളം വളരെ പിറകിലാണ്. ഇതിൽ കൂടി കേരളത്തെ അടിപൊളിയാക്കുക. നമ്മുടെ SSLC ആണെങ്കിലും +2 ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു വാല്യൂ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സിലബസ് നമ്മൾ മാറ്റുന്നത്, ആക്ച്വലി ഗവൺമെൻറ് മാറ്റുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി ടഫ് ആകും എന്ന് കരുതി നമുക്ക് ഫുൾ A+ കിട്ടാതിരിക്കോ? ഇല്ല. അതിനുവേണ്ടി നന്നായിട്ട് മെനക്കെടുന്ന, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സിലബസ് മാറ്റങ്ങളും ആ ഒരു എക്സാമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈവൻ 8ാം ക്ലാസ്സുകാർക്ക് പോലും മിനിമം പാസ് മാർക്ക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്രാവശ്യം എക്സാമുകളൊക്കെ കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫ് ആയിരിക്കും. അതിനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് അസ്ത്ര ബാച്ചിനെ കൊണ്ടുവരുന്നത്. ആ അസ്ത്ര ബാച്ചിനെ പറയുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസിക് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വരുന്ന എക്സാമിന്, അത് ഓണം എക്സാം ആവട്ടെ, ക്രിസ്മസ് എക്സാം ആവട്ടെ, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആനുവൽ എക്സാം ആവട്ടെ, അതിന് നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അറിയാത്തവരാണെങ്കിലും നന്നായിട്ട് ഇതിനെ പറ്റിയിട്ട് 9ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തവരാണെങ്കിലും അതിൻ്റെ ബേസ് നമ്മളെ 9ാം ക്ലാസ്സിലുള്ള ഗ്രാമറിനേക്കാൾ എക്സ്ട്രാ ഗ്രാമറുകൾ എവിടെ വരും? നമ്മുടെ 10ാം ക്ലാസ്സിലെ എക്സാമിന് വരുന്നതാണ്. ഏതൊക്കെ ഗ്രാമറാ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള ഗ്രാമറിനേക്കാൾ കൂടുതൽ ഗ്രാമറുകൾ ഇത്തവണത്തെ ഗ്രാമർ ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റബിൾ ആണ്. കാരണം സിലബസ് മാറിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചാപ്റ്റർ മാറി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബേസ് സെറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ എക്സാമിന്, അത് ഇംഗ്ലീഷൊന്നുമില്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ചെറുതായിട്ട് പണി പാളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയാണ് നമ്മുടെ അസ്ത്ര ബാച്ചിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബേസിക് ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 4250 രൂപ എന്ന് പറയുന്ന പ്രൈസിനാണ് നിങ്ങൾക്ക് അസ്ത്ര ബാച്ച് ലഭിക്കുന്നത്. ആക്ച്വലി എന്തിനാണ് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളുമായിട്ട് അസ്ത്ര ബാച്ച് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. മാത്രമല്ല ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ട് SSLCക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ എന്താക്കുന്നുണ്ട്, ഒരു കിടിലൻ നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരൊറ്റ നോട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ അതിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പഠിക്കാനുള്ള ഒരു സെഗ്മെന്റ് കൂടി അതിലുണ്ടായിരിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് കളർ നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ നോട്ട് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ചാപ്റ്ററിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. കൂടാതെ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷനുകൾ, മാത്രമല്ല ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി, പാരൻസ് സ്റ്റുഡൻസ് ഡാഷ്ബോർഡ് തുടങ്ങിയിട്ടുള്ള ധാരാളം ഫീച്ചേഴ്സ് ഇത്തവണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഇതിന്റെ പ്രൈസ് 4250 രൂപയാണ്. ആക്ച്വലി ഇത് ഒരു മാസത്തേക്കല്ല, നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയുന്നത് വരെ 1 വർഷത്തോളം നിങ്ങൾക്ക് ഇതിന്റെ സേവനം ലഭിക്കാൻ പോവുകയാണ്. സോ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാം, അടിപൊളിയാക്കാം. ഹാപ്പി ലേണിംഗ്.